മതപരിവർത്തനത്തിന് പൂട്ടിടുന്ന FCRA ഭേദഗതിയിൽ MP ജോൺ ബ്രിട്ടാസിന് ആശങ്ക. പാസ്റ്റർമാർക്കായി തന്നെ കരഞ്ഞുകൊണ്ട് അമിത്ഷായ്ക്ക് കത്തെഴുതിയിരിക്കുന്നത് എന്തിനെന്നൊരു ചോദ്യം ഉയരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമമായ FCRAയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതിക്കെതിരെ പ്രതിഷേധവുമായി രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് ആണ് രംഗത്ത് വരുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ പുതിയ ഭേദഗതി ബാധിക്കുമെന്ന ആശങ്കയാണ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ജോൺ ബ്രിട്ടാസ് കത്തയച്ചു. ഭേദഗതി പിൻവലിക്കണമെന്നതാണ് കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കേണ്ട ആവശ്യകത എന്താണ് എന്നതാണ് മറ്റൊരു വസ്തുത. മതപരമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട ചില രീതി, അതായത് മതപരിവർത്തനം എന്ന പദം അവിടെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് വ്യക്തമായ നിയമപരമായ നിർവചനം നൽകിയിട്ടില്ല എന്നതാണ് ബ്രിട്ടാസിന്റെ പ്രധാന വിമർശനം. ഇതുമൂലം നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കുവാനും ദുരുപയോഗം ചെയ്യുവാനും സാധ്യതയുണ്ട് എന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ വ്യവസ്ഥകൾ ഭരണഘടനയുടെ അനുച്ഛേദം 25 ഉറപ്പ് നൽകുന്ന ആ ഒരു മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും മതപരമായ പ്രവർത്തനങ്ങളിൽ അവിടെ അനാവശ്യ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് ബ്രിട്ടാസിന്റെ നിലപാട്. അതേസമയം ബ്രിട്ടാസിന്റെ വിമർശനത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയാണ് BJP. FCRA ഭേദഗതിയുടെ ലക്ഷ്യം വിദേശത്ത് നിന്ന് ഏജൻസികൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ധനസഹായത്തിൽ കൂടുതൽ സുതാര്യതയും നിയന്ത്രണവും ഉറപ്പാക്കുക മാത്രമാണ് എന്നും മതസ്ഥാപനങ്ങൾക്കോ ക്രൈസ്തവ സഭകൾക്കോ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇവിടെ ഇല്ല എന്നും BJP നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടാസ് മുൻപ് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികളോട് അവിടെ മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇടപെട്ടിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ നിലപാടിനെ BJP ഇപ്പോൾ ശക്തമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഇതിനിടെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ FCRA ഭേദഗതി രാഷ്ട്രീയവും നിയമപരവുമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യവും വിദേശ ഫണ്ടുകളുടെ നിയന്ത്രണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെ ഉറപ്പാക്കുമെന്നതാണ് ഇതിന് ഉയർന്ന പ്രധാന ചോദ്യം. ചില NGOകൾ വഴി ഇന്ത്യയിലേക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പണം എത്തുന്നുണ്ട്. അത്തരം സംഘടനകളെ നിയന്ത്രിക്കാൻ നിയമം വരുമ്പോൾ അത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന പ്രചരണം അത് നടത്തുന്നത് ബ്രിട്ടാസിനെ പോലെയുള്ളവരാണ്. നിയമം സംബന്ധിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യമായ ഭീതി പടർത്തി തെറ്റിദ്ധാരണ പടർത്താനാണ് ഇവരുടെ ശ്രമം. നേരത്തെ തന്നെ പൗരത്വ ഭേദഗതി നിയമവും വഖഫ് ഭേദഗതി നിയമവും വന്ന സമയത്ത് പോലും ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുന്നണി അടക്കം അനാവശ്യ ഭീതി പടർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ നിയമങ്ങളൊന്നും തന്നെ ഒരു ന്യൂനപക്ഷത്തിന് നേരെയുമുള്ള കടന്നുകയറ്റമല്ല എന്ന് ഇതിനോടകം തന്നെ വെളിപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് FCRA ഭേദഗതി നിയമവും എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.